ഗോതമ്പ് പൊടിയുണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രമേ ഇത് അരച്ചെടുക്കാവൂ. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് കട്ട പിടിച്ചിരിക്കും. അത് നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി മിക്സിയിൽ അരയ്ക്കണമെന്ന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൗളിൽ മിക്സ് ചെയ്തെടുത്താലും മതിയാകും. ഇനി ഞാനിതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. 1-2 മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 1 മുട്ടയെ ചേർക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് അതൊന്ന് അതിലേക്ക് യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് ചേർത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി അതിലേക്ക് ഞാനിവിടെ 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു സ്നാക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ദോശയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ദോശ തവയിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്പം ഒന്ന് തിക്കായാലും കുഴപ്പമൊന്നുമില്ല, ഒരുപാടങ്ങ് തിക്കായി പോകരുത്. അപ്പോൾ അത് ഞാൻ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ച് വലിയൊരു തവ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുറച്ചുകൂടി വലിപ്പത്തിന് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു വശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 2 വശം ഒന്ന് മറിച്ചും തിരിച്ചിട്ട് 2-3 തവണയായിട്ട് അല്ലെങ്കിൽ 3-4 തവണയായിട്ട് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അങ്ങനെ മൊരിയിച്ചെടുക്കുമ്പോൾ നമുക്കത് വേറെ ഇല്ലാതെ തന്നെ കഴിക്കാവുന്നതാണ്. അതിൻ്റെ മുകളിലേക്ക് അല്പം ഓയിൽ കൂടി ഒന്ന് തേച്ച് കൊടുക്കുക. ഓയിൽ ആവശ്യമുള്ളവർ മാത്രം തേച്ച് കൊടുത്താൽ മതി. ഇനി ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് മൊരിയിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ എണ്ണയും കൂടി തേച്ചതുകൊണ്ട് നന്നായിട്ട് തന്നെ അത് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ എടുക്കുന്നത് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാവുന്ന ഒരു പലഹാരമാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് മുട്ടയൊക്കെ ചേർത്തുകൊണ്ട്. ഇനി കുട്ടികൾക്കായിട്ട് ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കാം. ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണിലും കുറവ് അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ജീരകം കൂടി ചേർക്കാം കേട്ടോ. ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്, അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എണ്ണ അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഈവനിങ് സ്നാക്ക് കൂടിയാണ്. അപ്പോൾ ദോശ ഇവിടെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്നും കൂടി തിരിച്ചിടേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ മറുഭാഗത്ത് തന്നെ ഇതിൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് ഇതുപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഫില്ലിങ്സിൽ എന്ത് വേണോ ചേർക്കാവുന്നതാണ് കേട്ടോ. കാഷ്നട്ടോ പഴമോ ഒക്കെ ചേർക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒരു വശം ഇതുപോലെ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതുപോലെ ഈ തവിയുണ്ട്, അതിൻ്റെ അറ്റം ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പ്രസ്സായിട്ടിരിക്കും, അല്ലെങ്കിൽ ഫില്ലിങ്സ് പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് അല്പം ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിലും കൂടെ തേച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് മറിച്ചും തിരിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഉറപ്പായിട്ട് എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്